വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈക്രോ ഇക്കണോമിക്സ്, അതിൽ നമ്മൾ ഓർഡിനൽ കൺസ്യൂമർ ബിഹേവിയറിൽ ഓർഡിനൽ യൂട്ടിലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി ഇവ എന്താണെന്ന് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫോം ഓഫ് നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഏത് ഫോമാണ്? നമുക്കറിയാം, ഡിമാൻഡ് ഫംഗ്ഷൻസിൽ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ഉണ്ട്, നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ നോൺ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫോം ഓഫ് നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ അതാണ്. അപ്പം നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഫോം ഏതാണെന്ന് ചോയ്സ് എ, ക്യു ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി. ക്യു ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി. രണ്ടാമത്തത് ക്യു ഡി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി, പി ആർ, ഐ, ടി, ഇ എക്സെട്ര. മൂന്നാമത്തെ ചോയ്സ് സി is the function x, quantity x is equal to root x. D, u x function of xy is equal to a x raised to p plus b y raised to 1 by p. ഇങ്ങനെ 4 ചോയ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നോൺ ലീനിയർ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫോം ഓഫ് നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഒരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഫോമാണ്. അതാണ് ആൻസർ. ഇനി ബാക്കി ചോയ്സ് കൂടെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോയ്സ് ക്യു ഡി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് പി, പി ആർ, ഐ, ടി, ഇ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡിമാൻഡ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷൻസിൻ്റെ ജനറൽ ഫോമാണ് QD is equal to function of P, PR, I, T, E, etc. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ഇൻകം, ടേസ്റ്റ്, ദെൻ എക്സ്പെക്ടേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്രൈസസ്. അപ്പോൾ ഇക്കൂട്ടത്തിൽ നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ അതിൻ്റെ ജനറൽ ഫോം പഠിച്ചു കഴിഞ്ഞു. എന്താണ്? QD, quantity demanded, is the function of price, then price of related commodities, income, taste, then expectation about future price. നമുക്കറിയാമല്ലോ, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മെയിനായിട്ടും പ്രൈസ്, സെക്കൻഡ് വൺ ഇൻകം, ദെൻ ടേസ്റ്റ്, പ്രിഫറൻസസ്, എക്സ്പെക്ടേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്രൈസസ്, ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ്. ഇങ്ങനെ ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഇത് ആ ഫംഗ്ഷനിൽ എക്സെട്ര ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് വന്നാലോ. ഇത് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ജനറൽ ഫോമാണ്. യു ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്. ഇനി അടുത്തത് യു ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എ എക്സ് റൈസ് ടു പി പ്ലസ് ബി y the whole raised to 1 by p. ഇത് നമ്മുടെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ ഫോമാണ്. ഇതാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ CES എന്ന് കോമൺ ആയി പറയുന്നു. നിങ്ങളുടെ സിലബസിലും CS എന്ന് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. CES എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. നമുക്കൊന്ന് അതിൻ്റെ ഫാക്ട്സ് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ: കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഓർ CES represents the utility derived from consuming X and Y. അപ്പോൾ നമ്മൾ രണ്ട് കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുക? റെപ്രസെന്റ് ദി യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് എക്സ് ആൻഡ് വൈ. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ?
the rate of the percentage change in X to the percentage change in commodity Y remains constant. അതുകൊണ്ടാണ് ഈ ടേം എങ്ങനെ വന്നത്? കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വന്നത്. ഇപ്പൊ രണ്ട് കമ്മോഡിറ്റീസ്, എക്സിന് എക്സ് ഫോർ വൈ, വൈ ഫോർ എക്സ്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടും ഉണ്ട്, കോൺസ്റ്റന്റുമാണ്. അതുകൊണ്ടാണ് അതിന്റെ ഇലാസ്റ്റിറ്റിയെ നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? വൺസ് അഗെയിൻ, കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷൻ represents the utility derived from consuming x and y. Here, the rate of the percentage change in commodity x to the percentage change in commodity y remains constant. അപ്പോൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആ ചേഞ്ച് എന്തായിരിക്കും? എക്സിന്റെ ചേഞ്ച് വൈയുടെ ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും, വൈയുടെ ചേഞ്ച് എക്സിന്റെ ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈക്വൽ മീൻസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി ഫോർ എ ഗിവൺ ചേഞ്ച് ഇൻ ദി റിലേറ്റീവ് പ്രൈസ് ഓഫ് ദി ഗുഡ്സ് അവിടെയുണ്ട്. ആ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇങ്ങനെ വരുന്നത്. റിമെയിൻസ് കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ ചേഞ്ച് ഇൻ ദി റിലേറ്റീവ് പ്രൈസ്. അപ്പോൾ ഇവിടെ എ റെസ്പോൺസീവ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു എ റെസ്പോൺസീവ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ബോത്ത് ദി കമ്മോഡിറ്റീസ്. It must be in a constant way, that is CS or constant elasticity of substitution utility function. Neither it is majorly related to the production theory between inputs. ഇത് പ്രധാനമായിട്ടും കൺസ്യൂമർ ബിഹേവിയർ പഠിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമായിട്ടും ഇറ്റ് ഈസ് മേജർലി റിലേറ്റഡ് ടു ദി പ്രൊഡക്ഷൻ തിയറി ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഇൻപുട്സ്. ആ ഇൻപുട്സിന്റെ നമുക്കറിയാമല്ലോ, പ്രൊഡക്ഷൻ എന്താണ്? പുട്ടിങ് യൂട്ടിലിറ്റി ഇൻ സംതിങ് ഈസ് കാൾഡ് പ്രൊഡക്ഷൻ. എന്തിലേക്കും എങ്കിലും ഒരു ഇൻപുട്സ് ഇടുക. പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണ്? അരിപ്പൊടി, തേങ്ങാപ്പീര, ഉപ്പ്, വെള്ളം ഇവ വേണ്ട അനുപാതത്തിൽ കുഴച്ച് പുട്ടുകുറ്റിക്കകത്തിട്ട്, അപ്പോൾ അവിടെ പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്സ് ആണിത്. നമുക്ക് കിട്ടുന്ന കുറ്റിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുന്നത് ഔട്ട്പുട്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഇൻപുട്സ് ഇടുന്നു. ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, ഇത് നമ്മൾ ആ എൻ്റർപ്രന്യൂർ അതിലേക്ക് നിക്ഷേപിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ തിയറിയിൽ ബിറ്റ്വീൻ ഇൻപുട്സ് അവിടെ ലേബർ ഇൻറ്റൻസീവ് ആണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ എന്ന് വരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇത് സഹായിക്കുന്നുണ്ട്. എന്താ ലേബർ ഇൻറ്റൻസീവ്? മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ടേമാണ് എന്ത്? ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം, അല്ലെങ്കിൽ LES. ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം എന്താണത്? ഈസ് എ മോഡൽ യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ഈസ് എ മോഡൽ യൂസ്ഡ് ടു സ്റ്റഡി കൺസ്യൂമർ ബിഹേവിയർ. ദെൻ വേറെ എന്താണ്? ദി ലീനിയർ expenditure system explains both the necessity and luxury goods. അവിടെ രണ്ട് ഗുഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നെസസറി ആയിട്ടുള്ള ഗുഡ്സും അതുപോലെ തന്നെ ലക്ഷറി ഗുഡ്സും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് പ്രൈസ് ആൻഡ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇത്രയും പ്രാധാന്യം അതിനുണ്ട്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റി, ഇൻകം ഇലാസ്റ്റിറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ നെസസറി ഗുഡ്സ്, അതുപോലെ തന്നെ ലക്ഷറി ഗുഡ്സ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കൺസ്യൂമർ ബിഹേവിയർ തിയറിയിൽ എന്തിനുള്ള പ്രാധാന്യം? ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. അപ്പോൾ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ഈസ് എ മോഡൽ. ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം അല്ലെങ്കിൽ LES ഈസ് എ മോഡൽ
used to understand the consumer behavior. ഇനി the linear expenditure system explains both necessary and luxury goods and also used to estimate price and income elasticity of demand. പ്രൈസ് ഇലാസ്റ്റിറ്റിയും ഇൻകം ഇലാസ്റ്റിറ്റിയും എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏകമാണ് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം. വളരെ കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള, പക്ഷേ എസ്റ്റിമേഷൻ ഡിഫിക്കൽട്ടാണ് എന്ന് മാത്രം. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ദി സ്ലോപ്പ് ഓഫ് ദി നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ചേഞ്ചസ് ആസ് പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ദി സ്ലോപ്പ് ഓഫ് ദി നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ചേഞ്ചസ്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സ്ലോപ്പും ചേഞ്ച് ഉണ്ടാകുന്നു നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനിൽ. ഇറ്റ് ക്യാൻ എക്സിബിറ്റ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് മാർജിനൽ യൂട്ടിലിറ്റി. അത് ഇൻക്രീസിങ് മാർജിനൽ യൂട്ടിലിറ്റിയും കാണിക്കുന്നു, ഡിക്രീസിങ് മാർജിനൽ യൂട്ടിലിറ്റിയും കാണിക്കുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. ചോയ്സ് 3, ദി പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ചേഞ്ചസ് ആസ് ദി പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു പ്രൈസ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ. ആൻസർ ആൾ ഓഫ് ദീസ്. ഇതെല്ലാം എന്തിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്? ദി ഫോളോയിങ് ഈസ് കറക്റ്റ്. ദി സ്ലോപ്പ് ഓഫ് ദി നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ, നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇത് 3. ഇനി നമുക്ക് ഒരു 2 പ്രോബ്ലം ഒന്ന് നോക്കാം. ഇത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോബ്ലംസ്. അതിൻ്റെ ഫോം, അതിൽ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയറിൻ്റെ ആദ്യം നോക്കാം. QD ഈസ് ഈക്വൽ ടു 100 - 2P. അപ്പോൾ ഒരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് QD ഈസ് ഈക്വൽ ടു 100 - 2P. QD എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു 100 - 2P. P എന്ന് പറഞ്ഞാൽ പ്രൈസ്, P ഈസ് ഈക്വൽ ടു പ്രൈസ്. QD ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇനി പ്രൈസ് സപ്പോസ് പ്രൈസ് 20 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനിലെ QD ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണെന്ന് നോക്കാം. QD ഈസ് ഈക്വൽ ടു 100 - 2P. P എന്ന് പറഞ്ഞാൽ 20, 2P എന്ന് പറഞ്ഞാൽ 2 × 20. അപ്പോൾ QD ഈസ് ഈക്വൽ ടു 100 - 40. QD ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. ഓക്കെ, QD ഈസ് ഈക്വൽ ടു 60. ഇനി QD തന്നിട്ടുണ്ട്, പ്രൈസ് തന്നിട്ടില്ലെങ്കിൽ പ്രൈസ് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ പ്രൈസ് P 20 ആണ്, QD എത്ര കിട്ടി? 60 കിട്ടി. ഇനി സപ്പോസ് QD ഇല്ലെന്നിരിക്കട്ടെ, QD 60 കിട്ടി, പ്രൈസ് ഇല്ലെന്നിരിക്കട്ടെ. അപ്പോൾ പ്രൈസ് 20 കിട്ടുമെന്ന് നോക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. QD ഈസ് ഈക്വൽ ടു 100 - 2P. ഓക്കെ, QD ഇവിടെ QD ഉണ്ട്, അപ്പോൾ നമുക്ക് എഴുതാം 60 ഈസ് ഈക്വൽ ടു 100 - 2P എന്ന് എഴുതാം. 100 - 2P. ഓക്കെ, അപ്പം 60 ഈസ് ഈക്വൽ ടു, നമുക്ക് ഒന്ന് RHS LHSലേക്ക് ഒന്ന് നോക്കാം. 100 - 2P ഈസ് ഈക്വൽ ടു 60. 100 - 2P ഈസ് ഈക്വൽ ടു 60. Then minus 2P is equal to minus 2P is equal to 60 minus 100. ഈ 100 അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ മൈനസ് 2P is equal to 60 minus 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 40. അപ്പോൾ മൈനസും പോയി. അപ്പോൾ 2P is equal to 40. Therefore P is equal to 40
by 2 is equal to 20. അപ്പോൾ പി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ പി കിട്ടിയാൽ ക്വാണ്ടിറ്റിയും ഇതാണ് എന്ത് ഒരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ ക്യു ഡി ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒരു ഫോം തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യു ഡി കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ പ്രൈസ് ഒന്നുകിൽ തരും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി തരും. അപ്പോൾ ഇതേപോലെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് നമ്മൾ ഒരു നോൺ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. നോൺ ലീനിയർ QD is equal to 100 minus 5p square. QD is equal to 100 minus 5p square. 5p square ഇതാണ് നമുക്ക് ദിസ് ഈസ് ദി ഗിവൺ. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത് കൊണ്ട് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് വരാം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. വലിയ പ്രോബ്ലംസ് ഒന്നും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ മനക്കണക്കായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് QD is equal to 100 minus 5p. ഇവിടെ p is equal to എത്രയാണ്? 5 എന്ന് എടുക്കുന്നിരിക്കട്ടെ, സപ്പോസ് 5. അപ്പോൾ QD is equal to 100 minus 5 into 5 the whole square. Okay, QD is equal to 100 minus 5 25 25 125. QD is equal to എത്ര കിട്ടും? 70 മൈനസ് 100 മൈനസ് 25 125. QD 125, 100 മൈനസ് 125. അപ്പോൾ QD is equal to മൈനസ് 25. ഓക്കെ, QD മൈനസ് 125 കിട്ടും. ഇതാണ്. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി QD മൈനസ് 125 ആണ് അല്ലേ? അപ്പോൾ മൈനസ് 120 അല്ല മൈനസ് 25 സമം 100 മൈനസ് 5p സ്ക്വയർ. അപ്പോൾ മൈനസ് ഇത് RHS LHS ആക്കാം. 100 മൈനസ് 5p സ്ക്വയർ ഈസ് ഈക്വൽ ടു 5p സ്ക്വയർ. ഇത് പ്ലസ് അപ്പോൾ ഈസ് ഈക്വൽ ടു 25. അപ്പോൾ 100 മൈനസ് 5 25. അപ്പോൾ ഇവിടെ എത്ര വരും? മൈനസ് 5p സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 മൈനസ് 100 ഈസ് ഈക്വൽ ടു 75. 5p square is equal to 75. Therefore p square is equal to 75. അപ്പോൾ p is equal to 5p square is equal to 75. 75 by 5 ഓറഞ്ച് 5 2 25 അല്ലേ? p is equal to 25 റൂട്ട് 25 is equal to 5. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. I hope that you understood today's class. Please subscribe and share and support me.